നമ്മൾ രണ്ടുപേർക്ക് സംസാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജന്മനാട്ടിൽ എനിക്കൊരുക്കിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ആദ്യമായി നിങ്ങളോട് നന്ദി പറയുകയാണ്. നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കേണ്ടതുണ്ട്. ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം വികസന മുന്നേറ്റത്തിന്റെ ബാക്കിപത്രമാണ് വടകര. ഇവിടെ എത്രയോ വർഷങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിലേക്ക് അയക്കപ്പെടുന്ന എംപിമാർ ഈ വടകരയ്ക്ക് വേണ്ടി, വടകരയുടെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിലൊന്നായി ഇന്ന് വടകര അവശേഷിക്കുകയാണ്. ഇവിടുത്തെ യുവാക്കൾക്ക് നല്ല തൊഴിലവസരങ്ങളില്ല. ആധുനികമായിട്ടുള്ള ആതുരാലയങ്ങൾ ഇവിടെ ഇല്ല. യഥാവിധത്തിലുള്ള റോഡുകളില്ല. ഇവിടെയുള്ള പദ്ധതികൾ പരിശോധിച്ചാൽ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അത് നരേന്ദ്രമോദി കൊടുത്ത പദ്ധതികൾ മാത്രമാണ്. നമ്മുടെ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ജില്ലാ ആശുപത്രി. ആ ജില്ലാ ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു അത്യന്താധുനിക ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വരാൻ പോവുകയാണ്. ആരുടെ പൈസയാ? നരേന്ദ്രമോദി കൊടുത്ത പൈസ. ഇവിടുത്തെ ഡയാലിസിസ് സെന്റർ ആരുടെ പൈസ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? നരേന്ദ്രമോദിയുടെ പണം കൊണ്ട്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അത്യന്താധുനിക മുഖമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. മുഖം മിനുക്കാൻ പോകുന്നു. ആരുടെ പൈസയാണ്? നരേന്ദ്രമോദിയുടെ. വടകരയുടെ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള വികസനം അത് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, മോദി ഗവൺമെന്റിന്റെ പദ്ധതികളെത്താത്ത ഒരൊറ്റ വീട് പോലും ഈ കേരളത്തിലില്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല. കിസാൻ സമ്മാൻ നിധി കിട്ടിയ 10,000-കണക്കിന് കർഷകന്മാർ ഇവിടെയുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് ലഭിച്ച 1000-കണക്കിന് ആളുകളുണ്ട്. ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ള കണക്ഷൻ കിട്ടിയ 10,000-ങ്ങൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ഇങ്ങനെ പദ്ധതികൾ എണ്ണി നോക്കിയാൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും നരേന്ദ്രമോദിയുടെ പദ്ധതികൾ എത്തിയിട്ടുണ്ട്. അതാണ് NDAയുടെ ആത്മവിശ്വാസം, അതാണ് BJPയുടെ ആത്മവിശ്വാസം. പ്രിയപ്പെട്ടവരെ, വടകര ഒരുപാട് വർഷങ്ങളായി അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു അബദ്ധം ആവർത്തിക്കരുത്. ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും വാളയാർ ചുരത്തിനപ്പുറം ഇവരൊരു മുന്നണിയാണ്. തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്ന സഖ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇവിടെ ആരെ തെരഞ്ഞെടുത്താലും അങ്ങ് ഡൽഹിയിൽ അവർ ഒരുമിച്ചാണ്. കേരളത്തിലെ ആളുകൾ ചോദിക്കുന്നു, പ്രബുദ്ധരായ മലയാളികൾ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വ്യത്യസ്തമായി മത്സരിക്കുന്നത്? ഇവിടെ വന്നാൽ കീരിയും പാമ്പും, വാളയാർ ചുരത്തിനപ്പുറം പോയാൽ ഭായി ഇതല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു 22 വയസ്സുകാരൻ കൊല ചെയ്യപ്പെട്ടിട്ട് 10-11 ദിവസമേ ആവുന്നുള്ളൂ. ഞാൻ ഇന്നലെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചിട്ട് ആണ് ഇന്നിവിടേക്ക് വരുന്നത്. ഒരിറ്റ് വെള്ളം കൊടുത്തിട്ടില്ല സിദ്ധാർത്ഥിന്. 3 ദിവസം ഭക്ഷണം കൊടുത്തിട്ടില്ല. ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പാടുകളാ. ആരാ കൊന്നതോ? SFIക്കാർ. ഇന്നും ഇതാ SNDP കോളേജിലെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ SFIക്കാർ കൂട്ടം ചേർന്നിരുന്ന് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുന്നു. എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയ സ്ഥലം അത് ഈ സ്ഥലമാണ്. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ്, നമ്മുടെ ഒഞ്ചിയത്താണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് കാടത്തം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം, ധാർഷ്ട്യം, അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാടത്തത്തിന് പിന്നിൽ. ഇതിന് മറുപടി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു അമ്മയ്ക്ക്, ഏതെങ്കിലും ഒരു അച്ഛന്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് കാടത്തം പ്രതിദിനം ചെയ്യുന്ന ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക? ഒരു കുട്ടിയെ ഇഞ്ചിഞ്ചായി പരസ്യ വിചാരണ ചെയ്ത് ഉറങ്ങിക്കിടന്നവരോട് മുഴുവൻ വന്ന് എഴുന്നേറ്റ് വന്ന് അടിക്കാൻ പറഞ്ഞ്, ചവിട്ടാൻ പറഞ്ഞ് ഈ മൃഗീയത നടത്തിയ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തെയാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഈ ഒരു ക്രിമിനലുകളെ, കൊലപാതകികളെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. എങ്ങനെയാണ് മനസ്സാക്ഷിയുള്ളവർക്ക്
ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ പ്രതിദാനം ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക? ഈ കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ കൊറോണ പ്രതിസന്ധിയിൽ നിന്നപ്പോ കേരളം പറഞ്ഞത്, കേരളത്തെ രക്ഷിക്കാൻ ഒരാൾ ഉറക്കമില്ലാതെ കാവലിരുന്നു, ഉറക്കമളിച്ചിരുന്നു ടീച്ചറമ്മ എന്നാ പറഞ്ഞത്. കേരളം മനസ്സിലാക്കിയത് പിന്നീടാണ്. ഞെട്ടലോടുകൂടി കേരളം മനസ്സിലാക്കി, ടീച്ചറമ്മ ഉറങ്ങാതെ കാവൽ നിന്നത്, കാത്തിരുന്നത്, ഉറക്കമളിച്ചിരുന്നത് 1.5 രൂപ വിലയുള്ള ഈ സർജിക്കൽ മാസ്കിന് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും വാങ്ങാൻ വേണ്ടിയായിരുന്നു. 450 രൂപയുള്ള PPE കിറ്റ് അത് 1500-നും 2500-നും വാങ്ങാൻ വേണ്ടിയായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, നിങ്ങളുടെയും എന്റെയും എല്ലാം നികുതി പണത്തെ ആ കോവിഡ് സമയത്ത് പോലും അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് വടകരയുള്ള പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ചിന്തിക്കണം. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു MP ഉണ്ടല്ലോ, ആ MP എന്താണ് ഈ വടകരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പത്രസമ്മേളനം നടത്തും, വലിയ പ്രസ്താവനകൾ നടത്തും. ഇതല്ലാതെ എന്തെങ്കിലും ഒരു വികസന പദ്ധതി ഈ MPക്ക് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാനുണ്ടോ? ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് വടകരയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വടകരയ്ക്ക് വികസനം ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരണം. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് താമര ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വാക്ക് പറയാം. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു വിദ്യാലയത്തിൽ അധ്യാപകര് അവിടെ ഒരു ഗണപതി ഹോമം കഴിച്ചു. എന്തോ വലിയ അപരാധം ചെയ്തു എന്നതുപോലെയാണ് പിണറായി വിജയൻ. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് തുടക്കമിടുന്നത് ഗണപതി ഹോമമാണ്. ഗണപതി ഹോമം കഴിച്ച അധ്യാപകനെ, പ്രധാന അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. നിയമസഭാ സ്പീക്കർ ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ ഗണപതി ഹോമം കഴിച്ചതിന് അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിഘ്നേശ്വരനോടാണ് കളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ തവണയും. പിണറായി വിജയ, കാലാവധി തികക്കില്ല എന്ന് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അധികം വാഴാമെന്ന് വിചാരിക്കേണ്ട. ഈ നാട്ടിലെ ജനങ്ങൾ താങ്കളെ വലിച്ച് താഴെ ഇറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാസപ്പടിയും തട്ടിപ്പും വെട്ടിപ്പും കള്ളക്കടത്തും എല്ലാം നടത്തി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ, രമ്യഹർമ്മ്യങ്ങൾ ഞങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് താഴെയിടും എന്ന് പറയാനാണ് കേരള പദയാത്ര പോകുന്നത്. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരള പദയാത്ര.